ശരി ശരി, അതാരടിയത്? എന്റെ ഭാഗ്യയിലെ ഒരു അമ്മായിയാണ്. ബൈ ബൈ ബൈ, പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. അതാരാ? അത് ഞങ്ങളുടെ വകയില്ലാത്തൊരു അമ്മായി. അത് വരിക, തിന്ന, കുറ്റം പറയാ, വരാൻ, അതിനു വേണ്ടി മാത്രം ഒരു അമ്മായി. അതെന്താ? അത് അങ്ങനത്തെ ഒരു അമ്മായിയാണത്. പിന്നെ കിരീട്ടാ അല്ല, ചേട്ടന്റെ പേര് കിരൺ എന്നല്ലേ? അപ്പൊ എന്ത് വിളിക്കണോന്ന് അറിഞ്ഞാത്തോണ്ടേ നീ എന്നെ കിർണാപ്പിന്നോ കീരാപ്പിന്നോ എന്ത് വേണേലും വിളിച്ചോ. എന്നാ ഞാൻ കിർണാപ്പിന്ന് വിളിക്കട്ടെ? കിർണാപ്പിന്ന് വിളിച്ചോളൂ. കിർണാപ്പിക്ക് ഈ സിനിമക്കാരെ കേട്ട് നല്ല ബന്ധമല്ലേ? എന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ആരും വരാഞ്ഞു? ഞാൻ അവരൊക്കെ വിളിച്ചാണ്. അവർ വിളിച്ചപ്പോ അവര് പറഞ്ഞറിയുമോ, അവർക്കൊക്കെ ടൈറ്റ് ഷെഡ്യൂളാന്നാ പറഞ്ഞത്. ഇട്ടിട്ട് വരാൻ പറ. അതല്ല പറഞ്ഞത്, അവർക്കൊക്കെ സിനിമയിൽ ഭയങ്കര ബിസിയാണെന്നാണ് പറഞ്ഞത്. ഇത് വേറെ കാര്യമുണ്ട്. താലി കെട്ടുന്ന സമയത്തുണ്ടല്ലോ, അലിക്കുട്ടി എന്നെ വിളിച്ചായിരുന്നു. അലിക്കുട്ടിയാ? അലിക്കുട്ടി അറിയില്ല? ആസിഫ് അലി അറിയില്ല? ഞാൻ ആസിഫ് അലി അലിക്കുട്ടി എന്ന് വിളിക്കുന്നത്. ആസിഫ് അലി എന്നെന്താ വിളിക്കുന്ന അറിയുമോ? കിരിക്കുട്ടിന്ന്. സ്നേഹം കൂടുമ്പോഴല്ല അവന്റെ കിരിക്കിട്ട കുത്തു. നല്ല രസമാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ കൂടി ഒരു അലവലാതി ബന്ധം. അലവലാതി ബന്ധം അല്ല, അലി കിറി ബന്ധം. അറിയുമോ, എനിക്ക് ആസിഫിലായിട്ട് ബന്ധമുണ്ട്, യൂസഫിലായിട്ട് ബന്ധമുണ്ട്, ഷാരൂഖ് ഖാനായിട്ട് ബന്ധമുണ്ട്, മലയാള സിനിമയിൽ എല്ലാ ആൾക്കാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എന്റെ ബന്ധങ്ങളെ കുറിച്ച് ഇറങ്ങില്ല, ഈ നാട്ടുകാർ പറയും. ആ ചിന്നുമായിട്ടുള്ള ബന്ധം അറിയാമോടാ? ഏത് ചിന്നുമായിട്ടുള്ള ബന്ധം? മഴവില്ല് വിളിക്കും മനസ്സേ ശുക്രിയ. അത് വിട്ടില്ലായിരുന്നാ? ചിന്നുവല്ല, ചിന്നമ്മ, കുഞ്ഞമ്മ. അതാണ് പറയാ, കുഞ്ഞമ്മ. അതാരാണ് പറഞ്ഞത്? അവനായിരുന്നാ? അവനുണ്ടല്ല, അവൻ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല. അവൻ ഈ നാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടുന്ന ഒരാളാണ്. അവന്റെ തലയിലൊരു കുടം കണ്ടായിരുന്ന? കുടല്ലത്, അമ്മ കൂടെ അല്ലത്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലൂടെ തലയിട്ടതാണ്. തലയിട്ടത് കുടത്തിനും. അന്ന് മുതൽ അവന്റെ തലയിൽ ആ കുടമുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിക്കുന്ന അറിയുമോ, കുടം രാജു. പിന്നെണ്ടല്ലോ കിരിയേട്ടാ, ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണോന്ന് വിചാരിച്ച്, കിരിയേട്ടന്റെ കല്യാണത്തിന് എന്തോ ഒരാൾക്കാരെ വന്നേക്കുന്നത്. അപ്പൊ നിന്റെ കല്യാണം അല്ലേ? ശരിയാണല്ലോ, നമ്മുടെ കല്യാണത്തിന് എന്തോ ഒരാൾക്കാരാണ് വന്നേക്കണത്. അതാണ് ഞാൻ ഈ നോക്കണത്. എന്താണ്? ഇവരൊക്കെ ആരാണ്? ഞാൻ വിളിച്ചിട്ട് പോലില്ല. അതുമാത്രല്ല, ഇതുവരെ ആയിട്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ വീട്ടിൽ ഞാൻ വിളിക്കാണ്ട് ഉണ്ടിട്ടുമില്ല. പിന്നെ ഇത്രയും പേര് വന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അപ്പൊ കിരീട്ടം മറ്റേതല്ലേ, നക്കി തിന്ന തൊണ്ട് തിന്ന നക്കി തിന്ന. അല്ല, ഒരു ഫ്ലോയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു ഇതാണ്. അങ്ങനെ ഒരുപാട് ഫ്ലോ. കിരീട്ടം വിളിച്ച ആരെങ്കിലും വന്നായിരുന്നോ? രണ്ടാൾക്കാർ വന്നു. ആരൊക്കെയാണ്? ഒന്നാ ഫോട്ടോഗ്രാഫറും പിന്നൊന്നും നീയും. പിന്നല്ല കിരീട്ടാ, കിരീട്ടൻ താലി കെട്ടുന്ന സമയത്തില്ലേ കൈ വിറക്കണം ഞാൻ കണ്ടായിരുന്നട്ടാ. ശ്രദ്ധിച്ചറിഞ്ഞില്ലേ? അത് ഞാൻ മനഃപൂർവ്വം വിറപ്പിച്ചാണ്. എന്തിന്? നിനക്ക് തോന്നരുത് എനിക്ക് ഇതിനു മുമ്പ് വേറെ കെട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഒന്നുമില്ലല്ലോ. അയ്യോ, കിരീട്ട പച്ചക്കുതിര. ബാഗ് പച്ചക്കുതിര. ദിലീപേണ്ട പച്ചക്കുതിരയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലിരിക്കണ പച്ചക്കുതിരനെ കണ്ട? അതിനെ തട്ടിക്കളയാണ്ട് ഷോ വന്നു കയറിയ മഹാലക്ഷ്മിനെ തട്ടിക്കളയാനാ. പച്ചക്കുതിര വീട്ടിൽ കയറിയുള്ള ഗുണം എന്താണെന്നറിയാമോ? എന്താണ്? നമ്മുടെ വീട്ടില് പണം വന്ന് നിറയും. പിന്നെ 30,000 രൂപ പറഞ്ഞ പന്തലുകാരില്ലേ, ഇപ്പൊ 50,000 രൂപയാണ് ചോദിക്കണത്. പച്ചക്കുതിര വന്ന് എന്തുണ്ടാവുന്ന പറഞ്ഞത്? നിറയെ പണം അല്ലേ? ഇനി അവർക്ക് കൊടുക്കാനുള്ള പൈസ നിന്റെ മാല വിറ്റിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ പച്ചക്കുതിരനെ ഇന്ന് തന്നെ ഏതെങ്കിലും മഞ്ഞ പെയിന്റ് കൊണ്ട് മുക്കി വെക്കൂ. എന്തിനാണ്? ഇന്ന് മുതൽ ഒരു പച്ചക്കുതിര അല്ല, മഞ്ഞക്കുതിര. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അമിത പ്രതീക്ഷ ഇനി ഈ ജന്തു ആർക്കും കൊടുക്കരുത്. പിന്നെണ്ടല്ലോ കിരീട്ടനെ, ഈ പാലിലെ പഞ്ചസാര ഇഷ്ടാണ്. ഇത്രയും നാളും പാലില് പഞ്ചാര വെച്ച് കുടിക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ ഇന്ന് മുതൽ എനിക്ക് പഞ്ചസാര വേണ്ട. അതെന്താ? എന്റെ പഞ്ചാര കെട്ടി നീയല്ലേ? ഉറുമ്പരിക്കാതെ നോക്കണം. പിന്നെണ്ടല്ലോ കിരീട്ട, ആകാശത്തേക്ക് നോക്കിക്കേ. എന്താണ് ഇവിടെ? മിന്നുന്ന താരങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഒരു താരത്തിനും കാണുന്നില്ല. എങ്ങനെ കാണും? എന്റെ മിന്നൻ താരം നിൽക്കണു. ഞാനാണ് മിന്നൻ താരം. അതെ, ഇവിടെ നിൽക്ക്. ഞാൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുവന്ന് വരാം. എന്തിനാണ്? നിന്റെ ഈ പഞ്ചാര വാക്കുകൾ കേട്ട് എനിക്ക് അങ്ങനെ ഷുഗർ കൂടിയാലോ? ഞാൻ ചേട്ടന് ഇൻസുലിൻ കൊണ്ട് പൊതിയും. സ്നേഹം കൊണ്ട് പൊതിയൊന്നും. അയ്യോ, പോലീസ്! നീ എങ്ങടെ ഓടുന്നത്? അല്ല, പോലീസ് വന്നില്ല, ചായ എടുക്കാന്ന് വിചാരിച്ചു. എനിക്കെല്ലാം മനസ്സിലാവുന്നു. പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ കള്ളനാണ്. ഞാൻ കള്ളനല്ല. പിന്നെ എന്തിനാ പേടിക്കണത്? അത് വെറും ഒരു പോലീസല്ല, ആ പോലീസുകാരൻ എന്റെ കൂട്ടുകാരനും കൂടിയാണ്. അതിനാണ് പേടിച്ചത്? അല്ലെന്ന്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വേറൊന്നല്ല, അവന്റെ കല്യാണത്തിന്റെ ദിവസം ഞാനൊരു ചെറിയ പ്രാങ്ക് കൊടുത്തായിരുന്നു.
അതെ, അവൻ ആദ്യ രാത്രിക്ക് മറയരക്കുള്ളിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവനെ പിടിച്ചിരുത്തി വെളുക്കെ ചെസ് കളിച്ചു. ആ ചെസ് കളിയിൽ അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അവൻ തോറ്റു. അവൻ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയുമോ? നിനക്ക് മുണ്ടിലുള്ള കല്യാണം എന്നൊരു ദിവസം ഞാൻ വരുമടാ പക പോക്കാൻ. അങ്ങനെ അവൻ പക പോക്കാൻ വേണ്ടി വന്നേക്കാണ്. പക പോക്കാൻ വന്നോണ്ട് ചിരിയും പൊക്കിക്കൊണ്ടാണല്ലോ വന്നത്. നീയൊക്കെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഈ ചിരി ഞാനിവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചിരിയല്ല, എന്നെ പ്രതീക്ഷിച്ചോടാ നീ. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. അതെങ്ങനെയാണ്? കാരണം ഈ കല്യാൺ വീട്ടിൽ വന്ന എല്ലാ ആൾക്കാരും വെറുതെ ചുമ്മാ നക്കി തന്നെ വന്ന ആൾക്കാരായിരുന്നു. എന്റെ പൊന്നടാവേ, ഒരു സാധനം ഞാൻ തിന്നിട്ടില്ല, ഒന്നും ഞാൻ തിന്നിട്ടില്ല. സംശയം നീ ക്യാമറ നോക്കണ, ക്യാമറ നോക്ക്. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചായിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായടാ? ഏമ്പക്കത്തിലൂടെ കസകസ് തെറിച്ചായിരുന്നു. എടാ ഞാനുണ്ടല്ലോ വെൽക്കം ഡ്രിങ്കിന് ഒരു ചെറിയ പെക്കടിച്ചു. പെക്കല്ല, ഞാൻ ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു. അപ്പൊ ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യുടാ. പറഞ്ഞ പോലെ ഇന്നലെ ഭയങ്കര ശാന്തനാണല്ലോ. ഞാൻ അതാണ് ഓർക്കുന്നത്, എന്താണ് ഇങ്ങനെ പറ്റിയെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, വാശിയും ദേഷ്യമൊക്കെ മറന്ന് നിന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നല്ലോ. അഴിച്ചു നോക്ക്, റൂമിൽ പോയിട്ട് അഴിക്കാം. എന്ത്? എടാ റൂമിൽ പോയിട്ട് അയക്കില്ല, പിന്നെ ആദ്യം നീ അതെ, മറ്റേ ആ വിഹിതം ഉണ്ടാക്കല്ലേട്ടാ. അവിഹിതോ? അല്ല, ഇതിനെന്താ പറയല്ലോ, അവിവേകം. അതൊന്നും ഉണ്ടാക്കരുതട്ടോ. നീ അഴിക്കത്. ഇവന്റെ ഒരു കാര്യം, പണ്ട് ഇവൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ഇങ്ങനെ അടിക്കാൻ വേണ്ടി പറഞ്ഞോട്ട് അമ്പട കള്ള. എടാ ഒരു പോലീസുകാരനെ നേരൊക്കെ കള്ളാന്ന് വിളിച്ചിട്ട് പെണ്ണുമ്പിളനെ കൊണ്ട് ഇടിപ്പിക്കണടാ നീ. എടാ അതല്ല സംഭവം. എടാ അന്ന് ഞാൻ എന്നെ ചെസ്സിൽ തോൽപ്പിച്ചു. നീ എനിക്ക് ഇവിടെ ചെസ് സമ്മാനം തന്നേക്കാണടാ. സന്തോഷമായോ? സന്തോഷമായി. ഇനിയാണ് ട്വിസ്റ്റ്. നമ്മൾ തമ്മിൽ ഇനി ചെസ് കളിക്കാൻ പോകുന്നു. ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. ഇത് നിനക്ക് ആദ്യ പിടിക്കേണ്ട രാത്രിയാടാ. അന്ന് വയറ്റ് ആവി പിടിക്കണ്ട. ആവി പിടിപ്പിക്കാൻ? ആവി പിടിപ്പിക്കാനല്ല, ഇതുപോലൊരു ആദ്യ രാത്രിയാണ് എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇവൻ എന്നെ ചെസ് കളിച്ച് തോപ്പിച്ചത്. അതിനുശേഷം എന്റെ ഭാര്യ ഉണ്ടല്ലോ, എന്റെ റൂമിനകത്ത് പോലും കേട്ടിട്ടില്ല, അറിയാമോ? എന്ന് ഇവനെ ചെസ് കളിച്ച് തോപ്പിക്കുന്നുവോ അന്നാണ് എന്റെ ആദ്യ രാത്രി. 1 2 അല്ല 3 വർഷം. അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ അടുത്ത്, ഞാനാണ് ഭാര്യ. നിന്റെ ഭർത്താവിന്റെ അടുത്ത്, നിന്റെ അടുത്ത് ഇവനെ ഞാൻ ചെസ് കളിച്ച് തോപ്പിക്കാൻ പോകുന്നു. എടാ പോടാ ഭ്രാന്ത, അന്നൊരു പ്രാങ്ക് കാണിച്ചാണ്. അതിന്റെ പേരിൽ അവൻ ചെക്സും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് പിടിച്ചത്. അതെ, നിങ്ങൾ ഒരാള് വെല്ലുവിളിച്ചേക്കണേണാ. എന്റെ ഭർത്താവ് ഒരു കുശലുള്ള ആണായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെ, വെല്ലുവിളി സ്വീകരിച്ചിട്ട് ആ റൂമിൽ കയറിയാൽ മതി. ഒരു കാര്യം ഞാൻ പറയാ, ചെസ് കളിച്ചിട്ട് തോറ്റിട്ടെങ്ങനെ ആ റൂമിലേക്ക് വന്നാ നിങ്ങളുടെ ഉള്ളംകാലി ഞാൻ ആണി അടിച്ച് കേട്ടു. ഇവിടെ വന്നിരിക്കണം. പ്രോപ്പർട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എവിടെ ഇരിക്കുക? നിനക്ക് വല്ല പ്രാന്താണ്ടാ? എന്താ? അവള് പറഞ്ഞേ കേട്ടാ, ഈ കളിയിൽ എങ്ങാനും ഞാൻ തോറ്റു കഴിഞ്ഞാൽ ആ റൂമിക്ക് എന്നോട് കയറണ്ടാണ്. നീ ലോക്കായോ? ഞാൻ ലോക്കായി. ഇതുപോലെ തന്നെയാണ് ഞാൻ അനുഭവിച്ചത്. ഇവിടെ ഇരിക്കണം, അവിടെ ഇവിടെ ഇരിക്കണം. അവിടെ ചെസ് കരിയൊക്കെ നിർത്തിയിട്ട് നീ എന്നെ കളിക്കാൻ എന്താ അങ്ങോട്ട് നോക്കണേ? എന്തിനാ? ഒന്ന് അവിടെ ഒരാൾ പോയായിരുന്നു. ആര് പോയായിരുന്നു? നീ അതൊന്നും നോക്കണ്ട, ചെസ് കളിക്കാൻ നോക്കണം. ചെസ് കളിക്കടാ, ചെസ് കളി. എടാ ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ നിന്ന് ചെസ് കളിക്കടാ. ഈ നീക്കം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഉറങ്ങാൻ വേണ്ടി പോകാൻ തോന്നുന്നു. അല്ല, അവളുടെ നീക്കം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എടാ അവളുടെ നീക്കം ചെസ്സിൽ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഹൈവയോ ഒന്നും തോന്നുന്നില്ല. നീ കളിക്കടാ. നീ കളിക്കടാ. ഞാനോ? നീ കളിക്കടാ. ഞാൻ ആനനെ ഇറക്കി. ആന അങ്ങോട്ട് പോകില്ല. ഞാൻ ഇങ്ങോട്ട് പോട്ടെ. ആന ഇങ്ങോട്ടും പോകില്ല. ഞാൻ അങ്ങോട്ട് പോട്ടാ. എടാ ആന കോണായിട്ടടാ പോവുള്ളൂ. ആനാ? ആന ഇങ്ങനെ അങ്ങനെ പോട്ടെ. ആന ഇതെന്താണത്? ഇതെന്താണ് നിന്റെ ആന ഇങ്ങനെ പോണത്? എന്റെ ആനയ്ക്ക് ഇപ്പൊ മതളകിയിരിക്കണം. മതളകി ആനയ്ക്ക് എങ്ങനെയാണ് പോവാ? ഒരു കാര്യം മനസ്സിലാക്കണം. നീ എന്നാ മൂക്കത്ത് വെച്ചിട്ട് നാണിച്ചിരിക്കുന്നത്? എന്താണ് മൂക്കത്തെ പറ്റ? അല്ല, നിന്റെ മൂക്കത്ത് നാണിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആലോചിക്കുന്നത്. ഞാനേ കുളി കഴിഞ്ഞിട്ട് മുല്ലപ്പ് വെക്കണോണ്ട് വല്ല കുഴപ്പമുണ്ടോ? മുല്ലപ്പ് നല്ലതാ. മുല്ലപ്പ് നല്ലതാ. നീ കുളിക്കാൻ വേണ്ടി പോണ? ഞാൻ കുളിച്ചിട്ടില്ല. നീ കുളിക്കരുത്. നീ ഇവിടെ നിന്ന് കളിക്കുക. നാറിയിരിക്കണം. നീ കളിക്കണം. നീ നാറും. ഇനി ഭാര്യയുടെ മുമ്പിൽ നീ നാറാൻ പോണേ ഉള്ളൂ. എന്നാലേ ഞാൻ ബെഡൊക്കെ കൊട്ടി വിരിച്ചിടാട്ടോ. അയ്യോ, എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പൂ. എങ്ങോട്ട് പോണി? എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നൊക്കെ പറയാം. അവൾ അവിടെ കാത്തിരിക്കുള്ളൂ. നീ ഇവിടെ ഇരുന്ന് ചെസ് കളിക്കണം. നീ കളിക്കണം. നീ ചെസ് കളിക്കടാ. നീ ചെസ് കളിക്കടാ. നീ കളിക്ക. എങ്ങോട്ട് നോക്കണം? എടാ നിന്നോട് കളിക്കടാ. നീ തേരാളി. എന്നടാ നീ പറഞ്ഞു? തേരാളി എന്നാ പറഞ്ഞത്. ദൈവമേ, ഞാൻ പോലീസ് ഭാഷയിൽ ചിന്തിച്ചു പോയടാ. സോറി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ കുതിരയെ ഞാൻ ഇങ്ങോട്ട് ചാടിച്ച് ഈ റൂട്ടിൽ വിട്ടു. കുതിര റൂട്ട് പോവൂല. അങ്ങനെയാണെങ്കിൽ ആന ഈ റൂട്ടിൽ പോട്ടെ. ആന റൂട്ടിൽ പോവൂല.
എടാ ഞാൻ ട്രാഫിക് പോലീസാണ്, ഏത് റൂട്ട് പോകുന്നു ഞാൻ തീരുമാനിക്കൂടാ. കളിക്കണം നീ. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രി ഇറക്കി. Yes, sir. സാറേ ഞാനുണ്ടല്ലോ സാറേ, എനിക്ക് ചെറിയ ഡ്യൂട്ടി പ്രശ്നമുണ്ട്, അത് കാരണം ഞാൻ എങ്ങോട്ട് പോണ്? എങ്ങോട്ട് പോണ്? സാറ് ഇപ്പൊ എസ്കോട്ട് പോകാൻ പോലെ. അല്ല എസ്കോട്ടും പോയി, മന്ത്രിയും പോയി, നീ ഇവിടെ ഇരിക്കെ കളിക്ക്, ബാക്കി കളിക്കണം നീ. കിർണാപ്പി പാല്. കിർണാപ്പി പശുമ്പാല ആട്ടുംപാലും എന്നൊക്കെ കേട്ടത് എന്നാടി പിള്ളേ കിർണാപ്പി പാല്? കിർണാപ്പി പാലല്ല, തിരുനാപ്പി തന്നെ സ്നേഹത്തോടെ വിളിക്കും. അങ്ങനെ വിളിച്ചാലേ വിളിച്ചാണ്. പാല് കുടിക്ക്. പാല് കുടിക്ക് നീ. ഇതിൽ മധുരമില്ലല്ലോ. അത് കൊള്ളപ്പ നേരത്തെ പറഞ്ഞൊക്കെ മറന്നുപോയാ? എന്താണ്? ഒന്നും ഓർമ്മയില്ലേ? എന്താണ് പറഞ്ഞത് ഞാൻ? അപ്പൊ ഞാൻ ഇത്ര നേരം കൈയിട്ടിളക്കി വെറുതെ. ആരെങ്കിലും പാലിന് വെറുതെ ഇളക്കോ? അല്ല, അപ്പൊ ഞാനാണ് നിങ്ങളുടെ പഞ്ചാര കട്ടേന്ന് പറഞ്ഞു. നല്ല മധുരം. നന്നായിട്ട് കൈയിട്ടിളക്കി. എന്നാ കളിക്കുന്നു, കളിക്ക്. കളിക്കടാ, നിന്റെ കളി ഞാനൊന്ന് കാണട്ടെ. കളിക്കങ്ങോട്ട്. കളിക്കടാ. ചെക്ക് അമ്പടാ, ചെക്ക് ഞാൻ മറച്ചടാ, ഞാൻ മറച്ചു. ചെക്ക് ഞാൻ മറച്ച്, ഞാൻ വെട്ടി. എടാ ഇതുവരെ ഇല്ലാത്ത ആവേശം നിനക്ക് ഇപ്പൊ എങ്ങനെ വന്നടാ? എന്റെ ആവേശം ഇവിടെ ഇരിക്കില്ല. കൊറയണ്ട, ഞാനേ അവിടെ പോയി ബെഡൊക്കെ കൊട്ടി വിരിച്ചിട്ട് വരാവേ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ വരാതി തീരൂല. എന്താണ് ടിങ്കണാക്കി? എന്തുണ്ടാക്കി? എന്തുണ്ടാക്കിയില്ല. നീ ഈ ചെസ് കളിക്കണം, നീ അഭ്യാസം കളിക്കണം, ചെസ് കളിക്കണം. ഇത് വെച്ചിട്ടും തീരാത്ത കാര്യങ്ങളാണല്ലോ ദൈവമേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യ രാത്രി നടക്കൂല. എവിടെ പോണത്? നിങ്ങൾ എവിടെ പോണത്? ആര് പോണ്? എവിടെ പോണു? എവിടെ പോണു? ആരാ? ആരാ? എടാ കളി ടൈറ്റ് ആയല്ലോടാ. ഇത് ഭയങ്കര ടൈറ്റായി കളിപ്പോ. ഞാൻ എന്ത് ചെയ്യും? നീ ഏട്ടാ, ഓ എത്ര നേരെ ഞാൻ നോക്കിയിരിക്കണേ, എനിക്ക് ഉറക്കം വന്നെന്ന്. നീ ഉറങ്ങാൻ വേണ്ടി പോണാ? ഞാൻ വന്നിട്ട് ഉറങ്ങിയാ മതി. അതൊന്നും പറ്റൂല, എനിക്ക് ഉറക്കം വന്നെ. അയ്യോ, നീ ഉറങ്ങിയല്ലേ, ഞാൻ വന്നിട്ട് ഉറങ്ങിയാ മതി മോളെ. ഉറങ്ങാൻ വേണേ പോ. കളിക്കണം നീ. കളിക്കടാ. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ആദ്യ രാത്രി ഒന്നും നടക്കൂല. ഇനി പറ്റ കൈ പ്രയോഗിക്കാനേ വഴിയുള്ളൂ. അളിയാ, നീ എത്ര കാലം തോറ്റു ജീവിക്കും? ഞാൻ ഒരു ഐഡിയ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്താണ്? നിനക്ക് വേണ്ടി ഈ കളിയിൽ ഞാൻ തോറ്റു തന്നിരിക്കുന്നു. അപ്പൊ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല. ഇല്ല. അപ്പൊ നീ തോറ്റു, ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചേ. ജയിച്ചു. ഞാൻ ജയിച്ചു മോളെ. നിങ്ങൾ തോറ്റാ? നീ വന്നേടി. എടി, ഇങ്ങനെ കളി നടന്നു കഴിഞ്ഞാൽ ആദ്യ രാത്രി നടക്കൂല. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചൊരു ബുദ്ധിയാണ്. അവനായിട്ട് എന്നെ തോൽപ്പിച്ചതല്ല, ഞാനായിട്ട് അവന് തോറ്റു കൊടുത്തതാണ്. നിസ്സാര ഒരു ഗെയിമിന് വരെ തോറ്റു കൊടുക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഇനി കളി ജയിച്ചിട്ട് മതി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റും കുസ്റ്റ് നൈറ്റും ഒക്കെ. അവിടെ നീ പോടാ അവിടുന്ന്. പോടാന്നല്ല, വാടാ. എടാ, 1 2 അല്ല 3 വർഷം. അന്ന് നീ ജയിച്ചപ്പോ ഞാൻ തോറ്റു, ഞാൻ ജയിച്ചപ്പോ നീ തോറ്റു. നീ അനുഭവിക്കടാ. അയ്യോ, ഗുഡ് നൈറ്റ് അല്ലടി, ബാഡ് നൈറ്റ്. ചെക്ക്. ഫസ്റ്റ് നൈറ്റ് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടോ? ശ്രീവിദ്യ മൗനം പാലിക്കുന്നു. ഉണ്ടോ ശ്രീവിദ്യ ഇതുപോലത്തെ? ഇല്ല, പക്ഷെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഫാനും എസിയും ഓഫ് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ ഫാനിന്റെ സ്വിച്ച് ഇത് പ്ലാസ്റ്റിക് വെച്ച് മൂടിയിട്ട് എസിയുടെ റിമോട്ട് ഗിഫ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് ഗിഫ്റ്റിന്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഓ മൈ സിമ്പിളായിട്ട്. ഞാൻ അങ്ങനെയല്ല, മറ്റേ അലാം ക്ലോക്സ്, കുറെ അലാം ക്ലോക്സ്, ഒരു മിനിമം ഒരു നമ്മളെല്ലാരും പൈസ ഇട്ടിട്ട് 500 അലാം വെച്ചിട്ടുണ്ടായിരുന്നു എവറി 5 minutes. അപ്പോ ആൻഡ് വേറെ വേറെ സൗണ്ടുള്ള അലാംസ്. അവരിപ്പോഴും ഓഫ് ചെയ്തോണ്ടിരിക്കുകയാണോ? അതല്ല കുറച്ച് കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്തു, AC ഓഫ് ചെയ്തു. അലാം അവർ തപ്പിക്കൊണ്ടിരുന്നു. ലൈറ്റും ഉണ്ടായിരുന്നില്ല, AC ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്ന് പറഞ്ഞപ്പോ അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, നമ്മളോടും സംസാരിക്കില്ല. എന്തോ അത്രയേ ഉള്ളൂ. അല്ലല്ല, സംഭവം അവര് രാത്രി ഒരു ഡിജെയുടെ പശ്ചാത്തലത്തിൽ ചേച്ചി ശാപം കിട്ടൂട്ടാ. നമ്മളെന്തറിയോ, ഈ ബലൂൺ പെരുക്കിയിട്ടേ, അത് ചെറിയ ചെറിയ ബലൂണുകൾ പെരുക്കി വീർപ്പിച്ചിട്ട് ഈ മെത്തേഡ് അടിയിൽ അവിടെ ഇവിടെ വെക്കും. അപ്പൊ ഒരു മാലപ്പടക്കത്തിന്റെ ഇത്. ഞാനൊരു കാര്യം വേട്ടെ, കല്യാണം നടന്നില്ലല്ലോ, ഇതാണ് പിന്നീട് ജനലില്ലേ, ജനലിന്റെ കൊളുത്തില്ലേ, കൊളുത്ത് ഉൾപ്പെടെ അത് ഫുൾ ഊരി എടുത്തോണ്ടങ്ങ് പോകും. അപ്പൊ രാത്രി ഏത് സമയത്തോടെ തുറന്നിട്ട് ഹലോ. ഇതൊക്കെ പറഞ്ഞപ്പോ ഇവിടെ വേറെ വലിയ കഥ ശരിക്കും റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് കസിൻസും ചേട്ടന്മാരും കൂടി വറ്റൽമുളക് തുണി കെട്ടിയിട്ട് കത്തിച്ച് ബാത്റൂമിന്റെ അകത്തിട്ട്. അപ്പൊ നനവ് കൊണ്ട് ഫുള്ള് പോകുക. എനിക്കാണെങ്കിൽ അന്ന് ആസ്മയുടെ പ്രശ്നമുണ്ട്. ഞാൻ ഇരുന്ന് വലിക്കുക, നേരം വെളുക്കുവരെ ചേട്ടനെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും.
എന്തുമാത്രം കഥകളാണ് ഗൈസ് കേട്ടത്. അപ്പം അറിയാലോ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ കൂട്ടങ്ങളെ ആരും വിളിച്ചേക്കരുത്. ഫ്രണ്ട്ഷിപ്പ് മൂത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അത് മാത്രമല്ല, ഇതൊക്കെ ഫണ്ടിന് നമ്മൾ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എപ്പോഴാണ് കൈവിട്ട് പോകാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും വീട്ടിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യരുത്. ഓൾസോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനത്തെ പണിയും കൊടുക്കരുത്. അവർ എൻജോയ് ചെയ്യട്ടെ. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ല, അപ്പൊ നമ്മൾക്കും എൻജോയ് ചെയ്യണ്ടേ? അവരുടെ ഫസ്റ്റ് ആയിട്ട് കളിക്കിട്ട് നമുക്ക് എന്ത് സന്തോഷം. കളിക്കുന്ന എന്താ, അവര് ചിരിച്ചോണ്ടിരുന്നില്ലേ? ചേച്ചി ഉള്ളില് തെറിയായിരിക്കും ചേച്ചി. അതെ, അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാഫിംഗ് ഗ്യാസ് ഇവർ എത്രത്തോളം ബാറ്ററിയിൽ നിറച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബാ. ₹20,000 ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. യെസ്, 20,000 rupees credit. മൈ ലാഫിംഗ് ഗ്യാസ്. യെസ്, ക്രെഡിറ്റഡ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത തവണ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് തിരിച്ചു വരാം. ഇടയ്ക്കൊന്ന് മാറിപ്പോകുന്നുണ്ട്, വഴി തെറ്റാണ്ട് തിരിച്ചു വരാം.